കോഴിക്കോട് ഫറോക്കിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ മാല കവർന്നു. കരുവാൻതുരുത്തിയ സ്വദേശി സുബൈദയുടെ 2 പവന്റെ മാലയാണ് കവർന്നത്. മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ വീട്ടമ്മയുടെ കഴുത്തിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രമ്യ ദാസ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രമ്യ, എപ്പോഴായിരുന്നു ഈ മോഷണ ശ്രമം? ഇതിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. എത്തരത്തിലായിരുന്നു ഈ സംഭവം? സ്വാതി, ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 2:45 കൂടിയാണ് ഈ മോഷ്ടാക്കൾ വീട്ടിനകത്ത് കയറിയത്. ഈ ഫറൂഖ് കരുവാൻതുരുത്തി സ്വദേശിയായ ഷബ്ന മൻസിൽ സുബൈദയുടെ മാലയാണ് ഇത്തരത്തിൽ ഈ മോഷ്ടാക്കൾ കവർന്നത്. ഈ 2:45 കൂടി വീട്ടിന്റെ പുറകുവശത്തെ 2 വാതിലുകൾ ഉണ്ടായിരുന്നു. അതായത് ഒരു മരം കൊണ്ടുള്ള വാതിലും അതുപോലെ ഇരുമ്പ് വാതിലും. ഇത് രണ്ടും അടുത്ത വീട്ടിൽ നിന്നും ഇതുപോലെ മോഷ്ടിച്ച ഇരുമ്പ് തണ്ട് ഉപയോഗിച്ച് ഈ 2 വാതിലുകളും തകർത്ത ശേഷമാണ് മോഷ്ടാക്കൾ വീട്ടിൽ കയറുന്നത്. ഈ സുബൈദയും മകളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇങ്ങനെ കയറിയ മോഷ്ടാക്കൾ സുബൈദയുടെ കഴുത്തിൽ നിന്നും മാല വലിച്ചു പൊട്ടിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് സുബൈദയുടെ കഴുത്തിൽ പരിക്കേറ്റത്. ഈ കഴുത്തിൽ ഭയങ്കര വേദനയോട് കൂടിയാണ് സുബൈദ ഉണരുന്നത് ഉറക്കത്തിൽ നിന്നും. തുടർന്ന് കൃത്യമായിട്ട് ഈ മോഷ്ടാക്കളെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സുബൈദ പറയുന്നത്. അങ്ങനെയാണ് കഴുത്തിൽ വേദനയെ തുടർന്ന് നോക്കിയപ്പോൾ ഇത്തരത്തിൽ കഴുത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ഈ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ സുബൈദ ചികിത്സ തേടുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫറൂഖ് പോലീസിൽ തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് അടുത്ത വീടുകളിലേക്ക് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. സ്വാതി. ശരി രമ്യ.